നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്വാൻസ്ഡ് കൺട്രോൾ തിയറിയിലെ ഒരു ടോപ്പിക്കാണ്. K2 സിലബസ് അനുസരിച്ച് 4th മോഡ്യൂളിൽ വരുന്ന സ്റ്റെബിലിറ്റി അനാലിസിസ് ഓഫ് കൺട്രോൾ സിസ്റ്റമാണ് നോക്കാൻ പോകുന്നത്. സ്റ്റെബിലിറ്റി അനാലിസിസിലോട്ട് വരുന്നതിന് മുമ്പ് ആദ്യമേ ഒരു സിസ്റ്റം സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ എപ്പോഴാണ് ഒരു സിസ്റ്റം സ്റ്റേബിൾ ആകുന്നത്? വേറൊന്നുമല്ല, ഒരു സിസ്റ്റം സ്റ്റേബിൾ ആണെങ്കിൽ തന്നിരിക്കുന്ന സാമ്പിൾ ഡേറ്റയിൽ ഇസഡ് ട്രാൻസ്ഫർ ഫംഗ്ഷനിലുള്ള എല്ലാ പോൾസും ഇറ്റ് ഷുഡ് ലൈ ഇൻസൈഡ് എ യൂണിറ്റ് സർക്കിൾ. അപ്പോഴാണ് ആ സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി സ്റ്റെബിലിറ്റി അനാലിസിസിലോട്ട് വരുമ്പോൾ രണ്ട് മെത്തേഡ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒന്ന് ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റും ഒന്ന് RH മെത്തേഡ്, അതായത് റൗത്ത്-ഹാർവിറ്റ്സ് മെത്തേഡ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റാണ്. അപ്പം നമുക്ക് ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിക്കാം. സ്റ്റെബിലിറ്റി അനാലിസിസ് ഓഫ് സാമ്പിൾ ഡേറ്റ കൺട്രോൾ സിസ്റ്റത്തിലെ ആദ്യത്തെ മെത്തേഡായ ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റാണ് പറയുന്നത്. For that, let us consider a characteristic equation. F of z is equal to an z raised to n plus an minus 1 z raised to n minus 1 plus an minus 2 z raised to n minus 2 etc. up to a1 z raised to 1 plus a0 equal to 0. ഇവിടെ an should be greater than 0. അത് മാത്രമല്ല a0, a1, a2 up to an അത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് ഓഫ് z. ഈ സ്റ്റെബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമുക്ക് നെസസറി കണ്ടീഷൻസ് ഉണ്ട്. ആ നെസസറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നൊന്ന് നോക്കണം. സോ നമ്മുടെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ചെക്ക് ദി നെസസറി കണ്ടീഷൻസ്. നമ്മുടെ നെസസറി കണ്ടീഷൻസ് രണ്ടെണ്ണം ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ f(1) ഗ്രേറ്റർ ദാൻ 0, രണ്ടാമത്തത് -1 the whole raised to n f(-1) ഗ്രേറ്റർ ദാൻ 0. ഈ n എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസിൻ്റെ ഹയസ്റ്റ് ഡിഗ്രിയാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. ഈ രണ്ട് കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജൂറി സ്റ്റേബിൾ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്തുമായിരിക്കും? കൺസ്ട്രക്ഷൻ ഓഫ് ജൂറി സ്റ്റേബിൾ. അപ്പം ജൂറി സ്റ്റേബിൾ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ റോസ് എത്ര എണ്ണം വേണം, കോളംസ് എത്ര എണ്ണം വേണമെന്ന് നോക്കണം. കാരണം എന്നാലേ നമുക്ക് ജൂറി സ്റ്റേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്പർ ഓഫ് റോസ് എത്രയെന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു 2n - 3. അപ്പം കോളംസ് എത്ര വേണമെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് n + 1 എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ഇതിൽ പറയുന്ന ഈ രണ്ട് n എന്ന് പറയുന്നത് അഗെയിൻ ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ്. ഇനി ഈ പറയുന്ന രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജൂറി സ്റ്റേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ജൂറി സ്റ്റേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റോസ് എന്ന് എഴുതുക. അപ്പം റോസ് ഞാനിവിടെ ഒരു 1 തൊട്ട് ഒരു 2n - 3 വരെ എഴുതുന്നുണ്ട്. അപ്പം 1, 2, 3, 4, 5, 6 up to 2n - 3. ഇനി കോളംസ് നമ്മൾ എഴുതാന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും, അതായത് ഇസഡിൻ്റെ പവേഴ്സ് ആയിരിക്കും നമ്മൾ കോളംസിൽ എഴുതാം. അതായത് ഏറ്റവും ചെറിയ പവറായ z raised to 0 തൊട്ട് എഴുതാം. z raised to 0, z raised to 1, z raised to 2 up to z raised to n minus k up to z raised to n minus 2, z raised to n minus 1, z raised to n. അപ്പം റോസ് എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് റോയിൽ എങ്ങനെയാണ് നമ്മൾ എന്തുവാണ് എഴുതേണ്ടത് നോക്കണം. അപ്പം ഫസ്റ്റ് റോയിൽ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ കോൺസ്റ്റൻസ് ആയിരിക്കും ഇവിടെ എഴുതുക. അതായത് z raised to 0യുടെ അവിടെയുള്ള കോൺസ്റ്റൻ്റ് ആയിരിക്കും ഇവിടെ എഴുതുക. z raised to 0യുടെ അവിടെയുള്ള കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് a0 ആണ്. z raised to 1ൻ്റെത് a1, ഇവിടെ a2 up to an - k goes on up to an - 2, an - 1, an വരെ പോകുന്നു. ഇനി
സെക്കൻഡ് റോ ഫില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ എഴുതിയിരിക്കുന്ന കോൺസ്റ്റൻസിനെ നമ്മൾ തിരിച്ചെഴുതുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ എ എൻ എഴുതും, ഇവിടെ എ എൻ മൈനസ് 1, ഇവിടെ എ എൻ മൈനസ് 2 അപ് ടു എ കെ goes on up to A2, A1, A0. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 2 റോസും തീർന്നു കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തെ റോയും നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പം ആദ്യമേ നമ്മൾ എഴുതിയിരിക്കുന്ന എ ആണ്. ഇപ്പം ഞാനിവിടെ അസ്യൂം ചെയ്യുന്നത് ഒരു ബി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റിനെയാണ്. അപ്പം ഇവിടെ B0. ഈ B0 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പം നമുക്ക് ആദ്യമേ ടേബിൾ ഫില്ല് ചെയ്തതിന് ശേഷം അത് ചെയ്യാം. അപ്പോൾ B0, ഇവിടെ B1, ഇവിടെ B2, ഇറ്റ് ഗോസ് ഓൺ അപ് ടു BN മൈനസ് 2, BN മൈനസ് 1. ഇവിടെ B0 എന്നോ അല്ലെങ്കിൽ BN എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് ഇവിടെ ഇല്ല. അപ്പം നമ്മൾ BN മൈനസ് 1 വരെ എഴുതുന്നുള്ളൂ. ഇനി നാലാമത്തെ റോയിൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ്. ഈ പറയുന്ന കോൺസ്റ്റൻറ്റ് നമ്മൾ തിരിച്ചിടും. അതായത് ഇവിടെ BN മൈനസ് 1, BN മൈനസ് 2, BN മൈനസ് 3, ഇറ്റ് ഗോസ് ഓൺ അപ് ടു B1, B0. ഇനി നമുക്ക് ഫിഫ്ത്ത് റോ ചെയ്യണം. ഫിഫ്ത്ത് റോ നമ്മൾ ബി എടുത്ത പോലെ തന്നെ വേറൊരു കോൺസ്റ്റൻ്റ് എടുക്കുന്നു, സി. അപ്പോൾ C0, ഇവിടെ C1, ഇവിടെ C2, ഇറ്റ് ഗോസ് ഓൺ അപ് ടു CN മൈനസ് 2. നേരത്തെ ഒരെണ്ണം വിട്ടതുപോലെ തന്നെ ഇവിടെ CN മൈനസ് 1 എന്ന് പറയുന്ന ഒരു ഇത് കാണത്തില്ല. ഇനി ഇതിനെ നമ്മൾ തിരിച്ചെഴുതുമ്പം ഇതിങ്ങനെ CN മൈനസ് 2, CN മൈനസ് 3, CN മൈനസ് 4 ഗോസ് ഓൺ അപ് ടു C0. അതേപോലെ ഇറ്റ് ഗോസ് ഓൺ അപ് ടു R0, R1, R2 ഇവിടെ വരെ പോകുന്നു. ഇനി ടേബിൾ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം നേരത്തെ ഞാൻ പറഞ്ഞ ഇക്വേഷൻസ്, അതായത് B0യും C0യും അങ്ങനെയുള്ള എല്ലാ കോൺസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയുള്ള ഇക്വേഷൻ ഇതാണ്. ബി കാണാൻ വേണ്ടിയിട്ട് ലെറ്റ് ഇറ്റ് ബി ബി കെ കാണാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് ഓഫ് A0 AN മൈനസ് കെ AN AK. ഇപ്പം ഞാൻ B0 ആണ് എനിക്ക് കാണേണ്ടതെന്ന് വെച്ചാൽ, അപ്പം ഞാൻ B0 ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് A0 AN മൈനസ് കെ എന്ന് പറയുമ്പം AN മൈനസ് 0, അതായത് AN. ഇവിടെ വീണ്ടും AN വരും. അപ്പം AK എന്ന് പറയുമ്പോഴത്തേക്ക് A0. ഇതായിരിക്കും ഇക്വേഷൻസ്. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ചെയ്ത് ടേബിളിൽ ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെ സിയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് വേറൊന്നുമല്ല, ഇപ്പോൾ CK എന്ന് തന്നെ ഞാൻ എടുക്കുന്നു. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ബി വാല്യൂസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ വാല്യൂസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് B0. ഇനി ഇവിടെ ലാസ്റ്റത്തെ നമ്മുടെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് BN മൈനസ് 1 ആണ്. അതിൻ്റെ കൂടെ ഒരു കെയും മൈനസ് ചെയ്യുന്നു. ഇവിടെ വരുന്നത് ലാസ്റ്റ് അതായ BN മൈനസ് 1, ഇവിടെ BK. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് C0 എടുത്ത് നോക്കാം. C0 എങ്ങനെയായിരിക്കും അപ്പോൾ എഴുതുക? ഡിറ്റർമിനൻറ്റ് ഓഫ് B0 BN മൈനസ് 1 മൈനസ് K എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കതിനെ BN മൈനസ് 1 എന്ന് എഴുതാം. K 0 ആണ്, അപ്പോൾ നമുക്ക് BN മൈനസ് 1. ഇവിടെയും BN മൈനസ് 1, BK എന്ന് പറയുമ്പം ഇറ്റ് വിൽ ബി B0. ഇങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഓരോ വാല്യൂസും നമ്മൾ കണ്ടുപിടിച്ച് ടേബിൾ നമ്മൾ എന്തുവാ ചെയ്യാം, ടേബിൾ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പം സ്റ്റെപ്പ് 3 എന്ന് വെച്ചാൽ ചെക്ക് വെദർ ദി സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് ഇതാണ്. നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന A0യുടെ വാല്യൂ, അതായത് മോഡുലസ് ഓഫ് A0 ലെസ് ദാൻ മോഡുലസ് ഓഫ് AN ആണോ എന്ന് നോക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് B0 ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് BN മൈനസ് 1. അതേപോലെ മോഡുലസ് ഓഫ് C0 ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് CN മൈനസ് 2.
അങ്ങനെ ഓരോന്നേ കണ്ടുപിടിക്കണം. ലാസ്റ്റ്, അതായത് നമ്മുടെ തന്നിരിക്കുന്ന ഫസ്റ്റ് കണ്ടീഷൻ്റെ ഫസ്റ്റ് ഇതും വാല്യൂവും അവസാനത്തെ വാല്യൂവും തമ്മിലാണ് നോക്കുന്നത്. അപ് ടു എത്ര വരെ, R0 ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് R2 വരെ നമ്മൾ കണ്ടുപിടിക്കണം. ഇനി ഈ തന്നിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ ആ സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സിസ്റ്റം സ്റ്റേബിൾ അല്ലെന്ന് അർത്ഥം. അപ്പം നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. Check the stability of the sample data control system represented by the characteristic equation f of z is equal to z cube minus 0.2 z square minus 0.25 z plus 0.05 equal to 0. ആദ്യമേ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തരുമ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 1 ആയ നെസസറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ സ്റ്റെപ്പ് 1 is check the necessary conditions. നമ്മുടെ നെസസറി കണ്ടീഷൻസ് എന്തുവാണ്? ആദ്യത്തെ നെസസറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ f(1) ഗ്രേറ്റർ ദാൻ 0 അല്ലേ? അപ്പം ഇവിടെ നമുക്ക് f(z) പകരം നമ്മൾ എന്തുവാ, f(1) is equal to 1 cube minus 0.2 into 1 the whole square minus 0.25 into 1 plus 0.05 equal to നമുക്ക് എന്തുവാ കിട്ടുന്നത് നോക്കാം. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന കാൽക്കുലേറ്റർ ഇതാണ് 991ൻ്റെ കാൽക്കുലേറ്ററാണ്, 991 FSൻ്റെ. അപ്പം എനിക്കിവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ 0.6 എന്നാണ്, വിച്ച് ഇസ് ഡെഫിനറ്റ്ലി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ ഏതാണ്? -1 the whole raised to n f of -1 ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കണം. അപ്പം ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. കാരണം നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിലോട്ട് നോക്കിയാൽ നമ്മുടെ ഹയസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമ്മൾ 3 ആണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം ഇറ്റ് ബിക്കംസ് -1 the whole raised to 3 f of -1 equal to -1 the whole raised to 3 into -1 the whole cube minus 0.2 into -1 the whole square minus 0.25 into -1 plus 0.05. അപ്പം നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് വെച്ചാൽ 0.9. Again 0.9 is greater than 0. അപ്പോൾ നമ്മുടെ സെക്കൻഡ് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആയതാണ്. നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ്. എന്തുവാണ്? ജൂറി സ്റ്റേബിൾ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം സ്റ്റെപ്പ് 2, കൺസ്ട്രക്ഷൻ ഓഫ് ജൂറി സ്റ്റേബിൾ. ഞാനിവിടെ പറഞ്ഞായിരുന്നു ജൂറി സ്റ്റേബിൾ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ എത്ര റോസ് വേണം, എത്ര കോളംസ് വേണമെന്ന് നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇതിൽ നമ്പർ ഓഫ് റോസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനുള്ള ഇക്വേഷൻ നമുക്കറിയാം 2n - 3. എന്നിൻ്റെ വാല്യൂ 3 ആണ്. അപ്പം 2 × 3 - 3 എന്ന് പറയുമ്പം ഇറ്റ് ഈസ് അഗൈൻ 3. ഇനി കോളംസ് എത്രയാണെന്ന് നമ്മൾ അറിയണം. നമ്പർ ഓഫ് കോളംസ് is equal to n plus 1. എന്നിൻ്റെ വാല്യൂ 3 ആണ്. സോ it becomes 3 + 1 is equal to 4. അപ്പോൾ നമുക്ക് എത്ര റോസ് വേണം, കോളംസ് വേണമെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ടേബിൾ വരയ്ക്കാം. ഞാൻ ഇവിടെ റോസ് എന്ന് എഴുതുക. റോസ് നമുക്ക് വേണ്ടത് ഇവിടെ പറഞ്ഞതുപോലെ 3 ആണ്. സോ ഞാനിവിടെ 3 റോസ് കൺസ്ട്രക്ട് ചെയ്തു.
ഇനി നമുക്ക് വേണ്ടത് 4 കോളംസ് ആണ്. അപ്പം റേസിൻ്റെ പവർ ഇട്ട് z⁻0, z⁻1, z⁻2 ആൻഡ് z⁻3 4 കോളവുമായി. ഇനി ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇസഡിൻ്റെ പവേഴ്സ്, അതായത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ തന്നിരിക്കുന്ന ഇസഡിൻ്റെ പവേഴ്സ് എഴുതാമെന്നുള്ളതാണ്. അതായത് ഇവിടെ A0, ഇവിടെ A1, ഇവിടെ A2, ഇവിടെ A3. അപ്പം A0യുടെ വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഈസ് 0.05. A1ൻ്റെ വാല്യൂ ഇറ്റ് ഈസ് -0.25. A2ൻ്റെ വാല്യൂ -0.2 ആണ്. A3യുടെ വാല്യൂ എന്ന് പറയുന്നത് 1. ഇനി ഈ തന്നിരിക്കുന്നത് നമ്മൾ തിരിച്ചെഴുതും. അതായത് ഇവിടെ A3 വരും, ഇവിടെ A2 വരും, ഇവിടെ A1 വരും, ഇവിടെ A0 വരും. അപ്പോൾ ഇവിടെ 1 വരും, ഇവിടെ തിരിച്ച് വരുമ്പോഴത്തേക്ക് A2ൻ്റെ വാല്യൂ -0.2, A1ൻ്റെ -0.25, ഇവിടെ 0.05 എന്നും വരും. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള തേർഡ് റോയിലെ വാല്യൂസാണ്. തേർഡ് റോയുടെ വാല്യൂസ് എന്ന് പറയുമ്പോൾ B0, B1, B2, B3 ഇല്ല. അപ്പം B0യുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യുക? BKയുടെ വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് ഓഫ് A0, AN മൈനസ് K, AN, AK. അപ്പം B0യുടെ വാല്യൂ കിട്ടാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് B0 ഈസ് ഈക്വൽ ടു A0, AN മൈനസ് K എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് AN. ഇവിടെ നമ്മുടെ N എന്ന് പറയുന്നത് 3 ആണ്, A0. അപ്പം ഇവിടെ A3 ആയതുകൊണ്ട് ഞാനിവിടെ അതേപോലെ തന്നെ ഇവിടെ എഴുതുവാണ് A0, A3, A3, A0. അപ്പം അതിൻ്റെ വാല്യൂസ് ഞാനിവിടെ കൊടുക്കുമ്പം ഡിറ്റർമിനൻറ്റ് ഓഫ് 0.05, 1, 1, 0.005. അതിന് എനിക്ക് കിട്ടുന്ന ഉത്തരവെന്ന് വെച്ചാൽ -0.9975 എന്ന് കിട്ടുന്നു. ഇതേപോലെ തന്നെ ഞാൻ B1ൻ്റെയും B2ൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ B1 ഈസ് ഈക്വൽ ടു A0, ഇവിടെ AN മൈനസ് K എന്ന് പറയുമ്പോഴത്തേക്ക് AN 3 ആണ്, 3 മൈനസ് 1 എന്ന് പറയുമ്പോഴത്തേക്ക് 2, ഇവിടെ A3, AK എന്ന് പറയുമ്പം A1. അപ്പം അതിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. A0 ഇറ്റ് ഈസ് 0.05, ഇവിടെ -0.2, A3യുടെ വാല്യൂ 1, A1ൻ്റെ വാല്യൂ -0.2. ഇതിൻ്റെ വാല്യൂ അപ്പം കിട്ടാൻ പോകുന്നത്, ഞാൻ B2ൻ്റെ വാല്യൂ കാണുക. B2ന് ഞാനിവിടെ അഗെയിൻ A0, ഇനി A3 മൈനസ് 2 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് A1. ഇനി ഇവിടെ A3 തന്നെയാണ്, ഇവിടെ AK എന്ന് പറയുമ്പം ഇറ്റ് ഈസ് A2. വാല്യൂസ് കൊടുക്കുമ്പം ഇവിടെ 0.05, ഇവിടെ -0.25, ഇവിടെ 1, A2ൻ്റെ വാല്യൂ -0.2. which is equal to നമുക്ക് കിട്ടുന്നത് 0.24. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് കിട്ടി. ഇത് നമുക്കിനി ആ ടേബിളിൽ ഫില്ല് ചെയ്യാം. ഈ ടേബിളിൽ ഞാൻ ഇതിന് വാല്യൂസ് കൊടുക്കുകയാണ്. B0യുടെ വാല്യൂ എന്ന് പറയുന്നത് -0.9975 ആണ്. B1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.1875. B2ൻ്റെ വാല്യൂ ഇറ്റ് ഈസ് 0.24. ആ വാല്യൂസ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ആ ടേബിൾ ഫിൽ ചെയ്തതിന് ശേഷം സ്റ്റെപ്പ് 3 കണ്ടുപിടിക്കാനുണ്ട്. സ്റ്റെപ്പ് 3 എന്തുവാണ്? സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പം സ്റ്റെപ്പ് 3 ഇതാണ്, ചെക്ക് വെദർ ദി സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്.
അപ്പം നമ്മുടെ സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് ഇതാണ്. മോഡുലസ് ഓഫ് A0 ലെസ് ദാൻ മോഡുലസ് ഓഫ് AN. A0യുടെ വാല്യൂ നമുക്കറിയാം. AN എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് A3 ആണ്. ഓക്കെ, ഇതാണോ നോക്കണം. അപ്പം ഇവിടുത്തെ വാല്യൂ എന്ന് പറയുക A0യുടെ വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഈസ് 0.05. A3യുടെ വാല്യൂ 1 ആണ്. അപ്പം 1 തന്നെയാണ് ഗ്രേറ്റർ, സോ ഇറ്റ് ഈസ് സാറ്റിസ്ഫൈഡ്. ഇനി രണ്ടാമത്തെ കണ്ടീഷനായത് മോഡുലസ് ഓഫ് B0 ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് BN-1 നോക്കണം. ഇവിടെ BN-1 എന്ന് പറയുന്നത് നമ്മുടെ B2 ആണ്. സോ B0 ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് B2 ആണോ നോക്കണം. B0യുടെ വാല്യൂ എന്ന് വെച്ചാൽ -0.9975 ആണ്. ഇവിടെ 0.25 ആണ് B2യുടെ വാല്യൂ. അപ്പം ഡെഫിനറ്റ്ലി ഇത് തന്നെയാണ് B0 തന്നെയാണ് വലുത് ആൻഡ് ഇതും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് ദ സിസ്റ്റം ഈസ് സ്റ്റേബിൾ. ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റ് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.